ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നെയ്യ്, അതായത് വെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അതായത് പാലിൽ നിന്ന് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാം, അതായത് വെണ്ണ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ പാലൊഴിക്കുക. പാലൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ പാത്രം എന്താ തിളപ്പിച്ചെടുക്കാൻ ആദ്യം സ്റ്റവ് കത്തിച്ചെടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പാലിൻ്റെ പാത്രം വെച്ചിട്ട് ആ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതങ്ങനെ അടിയിലോട്ട് പോകുന്നുണ്ട്. പാല് കളയാതെ സൂക്ഷിക്കുക. അപ്പോൾ പാല് നന്നായിട്ട് ഇനി തണുക്കാൻ വെക്കണം, അതായത് അതിൻ്റെ ഇതൊക്കെ കുറുകി കിട്ടണം. അപ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാകും. നല്ലൊരു ചെറുങ്ങനെ മഞ്ഞൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഉണ്ടാകും, പാട പോലെ കണ്ടില്ലേ. ഒന്നാണ്ട് സ്പൂണോട് വലിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കുക, അതായത് പാല് ചൂടാറ്റാൻ വെക്കുക. എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഇതുപോലെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കുറച്ചുണ്ടായതാണ്, അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ശേഖരിച്ചാലേ കുറച്ച് വെണ്ണ കിട്ടുള്ളൂ. അപ്പോൾ കുറേ വേണം. അപ്പോൾ ഇതിപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ ഇതന്നെ. എന്നിട്ട് നമുക്കതൊരു മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം. എന്നിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ്. മൂടിയപ്പോൾ കുറച്ച് ചിന്തിപ്പില്ല. അപ്പോൾ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഒരു വെണ്ണ തന്നെ തോന്നുന്നു. അതാണ് നമ്മളുടെ വെണ്ണ. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഈ വെണ്ണ ഉരുക്കിയിട്ടൊക്കെയാണ് നമ്മളിവിടെ നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ദിവസം ശേഖരിച്ചിട്ട് ഇത്രേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറേ ദിവസം ശേഖരിച്ചാലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അത്രയെങ്കിലും ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്പൂണ് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂണോ. അപ്പോൾ ഏകദേശം നമ്മൾ വീണ്ടും ഇങ്ങനെ അടിച്ചെടുത്താൽ കുറച്ച് നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ലഭിക്കുള്ളൂ, അതായത് ലേശം ലഭിക്കുള്ളൂ. അതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഒരു 2-3 സ്പൂണൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ ഉണ്ടായാലേ ലഭിക്കുള്ളൂ കുറേയൊക്കെ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ ഫ്രണ്ട്സ്.